ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം മന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് നൽകണമെന്ന് ഹൈക്കോടതി. തീർത്ഥാടനം സുഗമമാക്കാൻ ഏകോപനം അടിയന്തരമായി വേണമെന്നും കോടതി നിരീക്ഷിച്ചു. തിരക്ക് നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ രീതി വേണമെന്നും ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നും കോടതി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും ടെലിഫോണിൽ. വിഷ്ണു, പറയൂ വിശദാംശങ്ങൾ. ഇന്ന് രാവിലെ പരിഗണിച്ച ഹർജിയുടെ വിശദമായ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഉത്തരവിൽ കുറെ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വെക്കുകയാണ്. അതായത് ശബരിമലയിലെ തിരക്ക് അത് കേവലമായി ഒരു ദിവസത്തെ മാത്രം പ്രശ്നമല്ല, അങ്ങനെ അതിനെ കാണുകയും ചെയ്യരുത്. ഒരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികളാണ് ഇനി സ്വീകരിക്കേണ്ടത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ തന്നെ രൂപീകരിക്കണം. പോലീസ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, വനം വകുപ്പ്, ജില്ലാ ഭരണകൂടം തുടങ്ങിയ ഉദ്യോഗസ്ഥർ ആ വിദഗ്ധ സമിതിയിൽ വേണം. ഇവർ ആളുകളുടെ ഏതൊക്കെ സമയത്ത് തിരക്കുണ്ട്, എപ്പോൾ ആളുകൾ വരും, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ രൂപരേഖ തയ്യാറാക്കണം. ഒരു ശാസ്ത്രീയമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. സീസൺ തുടങ്ങുന്നതിന് മുൻപും അതിനുശേഷവും എല്ലാം കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തണം, യോഗം ചേരണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. ഒപ്പം കഴിഞ്ഞ തവണകളിലൊക്കെ ഇത്തവണ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വന്നത് ദേവസ്വം ബോർഡ് മന്ത്രിക്ക് യോഗം വിളിക്കാൻ പറ്റിയിട്ടില്ല എന്ന പരാതികളൊക്കെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണത്. എന്നാൽ ഹൈക്കോടതി പറയുന്നത് ആ സാഹചര്യം ഒഴിവാക്കി കൊടുക്കണം. അടിയന്തരമായി യോഗം വിളിക്കാനുള്ള അനുമതി അത് ദേവസ്വം മന്ത്രിക്ക് നൽകണം. കാരണം നിലവിൽ അത്തരത്തിലുള്ള ഏകോപനം അടിയന്തരമായി വേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് അത് ഇളവ് വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ഭക്തർ ആരും തന്നെ അനാവശ്യമായി ക്യൂവിൽ വെള്ളവും ആരോഗ്യ സംവിധാനങ്ങളും ഭക്ഷണവും ഇല്ലാതെ നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമം വേണം. പരമാവധി ശുചിമുറികൾ വൃത്തിയാക്കി നൽകണം. വെള്ളം എല്ലാ പോയിന്റുകളിലും എത്തിച്ചു നൽകണം. അങ്ങനെ ഒരു സമഗ്രമായ മാറ്റം വേണം. എന്നാൽ മാത്രമേ ഈ ക്രൗഡ് മാനേജ്മെന്റ് അത് സാധ്യമാകുകയുള്ളൂ. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഭക്തർക്കുണ്ടാകരുത്. ഓരോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്റെയും അവിടെ ഉണ്ടാകുന്ന മറ്റു ഉദ്യോഗസ്ഥരുടെയും ചുമതല ഭക്തരുടെ സുരക്ഷയും അവരുടെ ക്ഷേമവും ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന കോടതി ഓർമ്മിപ്പിക്കുകയാണ് ഈ ഉത്തരവിലൂടെ. മറ്റൊരു ശബരിമലയിൽ തിരക്ക് ഇന്നലെ പേടിപ്പെടുന്ന ഒരു തിരക്കായിരുന്നു ഇന്നലെ അനുഭവപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.